നാഷണൽ അവാർഡ് കിട്ടുന്ന എന്ത് ടൈപ്പ് ഓഫ് റോൾ ചെയ്യാനും ഞാൻ ഏതെങ്കിലും റോൾ ചെയ്തിട്ട് നാഷണൽ അവാർഡ് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. മായ്മയ്ക്ക് പോലും ഒരു അവാർഡ് 25,000 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അത് എടുത്തില്ല. മലയാള സീരിയൽ സിനിമാ രംഗത്ത് വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് മുൻനിരയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ നടിയാണ് ഇന്ന് നമ്മോടൊപ്പം. വേറെ ആരുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ അങ്കിതയാണ് നമ്മോടൊപ്പം. സ്വാഗതം അങ്കിത. താങ്ക് യു. ആരാധകരുടെ ഒരു കൺഫ്യൂഷൻ ആണ്, ഓൾറെഡി കമ്മിറ്റഡ് ആണോ, മാരീഡ് ആണോ, അതായത് മാരേജ് ഇനി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒരുപാട് അവരെ കുറ്റം വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർ ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഈ അങ്കിത വിനോദിന്റെ ഈ വിനോദ് ആരാണെന്ന് പറയാം. എന്റെ അച്ഛനാണ്. എങ്ങനെ ചോദിക്കാം? അങ്ങനെയല്ല, പൊതുവെ ഇപ്പം ചിലര് ഹസ്ബൻഡ് അങ്ങനെയാണോ എന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. ഈ കാര്യം എനിക്കറിയാം. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല. വെരി ഗുഡ്. ഞാൻ മാറ്റില്ല, അതിന്റെ ആവശ്യമില്ല. ഈ മറ്റേ ദുൽഖർ ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നുണ്ട്, ഇതെന്താ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് തോന്നുന്നു ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊരു നല്ലൊരു മാതൃകയാകുന്ന ഒരു ആൻസർ ആണ്. അപ്പം മാരേജിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പൊതുവെ പറഞ്ഞു വരുന്നതാണ് നായികമാർ അല്ലെങ്കിൽ നടിയായിരുന്നവര് കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കും എന്നുള്ളത്. അപ്പം എന്താണ് അങ്കിത അതിനെ കുറിച്ച് കാണുന്നത്? കല്യാണം കഴിഞ്ഞും അഭിനയം തുടരൂ? Obviously, yes. കല്യാണം കഴിക്കോ? അതിന് മുന്നേ കല്യാണം കഴിക്കോ? അത് നടന്നു. അല്ല, വ്യക്തിപരമായി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ആഗ്രഹമില്ലേ? ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പം എൻ്റെ മൈൻഡില് ഞാനിപ്പം ഓക്കെ സിനിമ ചെയ്തു, ഇനി വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. മോർ ദാൻ ഫാമിലി ഓർ ഓക്കെ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനമ്മ, അനിയത്തി, ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ട്രഷർ. പുതിയൊരാളും കൂടെ ലൈഫിൽ വന്നു കഴിയുമ്പം ഞാൻ എങ്ങനെ, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറും, അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും പറയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചു തുടങ്ങുമ്പം എല്ലാവരും പറയും എന്തിനാ ഇനി കല്യാണം കഴിക്കുന്നത്. ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് വ്യക്തിപരമായ കല്യാണം ഒരു പ്രയോറിറ്റി സാധനമാണെന്ന് കാണുന്നില്ല. ഓക്കെ, അതും നോട്ട് ദ പോയിന്റ്. അപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയം തുടരാൻ തന്നെ, അഥവാ കഴിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ തുടരാൻ തന്നെയാണ്. അപ്പോൾ ഇതിനെ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴുണ്ടോ അങ്ങനെ സാക്രിഫൈസ്? അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ വിമുഖത കാണിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഉണ്ടോ? എനിക്ക് സംശയമുണ്ടോ? ചെറുപ്പക്കാരില്ലെങ്കിലും വീട്ടുകാരുണ്ട്. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴും മാട്രിമോണിയിൽ എൻ്റെ അച്ഛനും അമ്മയും കൊടുത്തത് കോൾസ് കൊടുത്തിട്ടുണ്ടോ? കൊണ്ടായിരുന്നത്. ഇപ്പൊ പ്രൊപ്പോസൽസ് ഇങ്ങനെ വന്നു. അപ്പോൾ അപ്പോഴും ആദ്യം ചെറുക്കൻ ഇങ്ങനെയാണ് എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും ചോദിക്കും, മോൾക്ക് കല്യാണം കഴിഞ്ഞാൽ അഭിനയിക്കാനാണോ താല്പര്യം? ഇപ്പോഴും ചോദിക്കാറുണ്ട്. ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയാം അവൾക്ക് അതൊക്കെ തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെന്നെ കോള് കിട്ടി. അപ്പോൾ അതിനുശേഷം അവർ പ്രൊസീഡ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല? ഇല്ല. ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും വിവാഹത്തെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് ഞാനൊരു പേടിയുള്ള ആളാണോ അതോ ധൈര്യമുള്ള ആളാണോ പേടിയുള്ള ആളാണോ? സെൽഫായിട്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? പേടിയെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ, ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റാകുമോ എന്നുള്ള പേടിയാണ് എനിക്ക് ലൈഫിൽ. ഓക്കെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്തായാലും ആക്ച്വലി നമുക്ക് തോന്നിയൊരു കാര്യം റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം ചെയ്യല്ലേ? അത് തന്നെ, അത് റൈറ്റ് ആവാൻ ആദ്യം തോന്നണം. ഓക്കെ, ദിസ് ഈസ് റൈറ്റ് എന്നും പറഞ്ഞ് നമുക്ക് ആദ്യം തോന്നണമല്ലോ. സംഭവം നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന, അതായത് അത് റൈറ്റ് ആണ് നമ്മൾ കൺവിൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മളൊരു ആക്ഷൻ എടുക്കുന്നത്. അതിപ്പോൾ ഈവൻ റോങ് ആയാലും അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? റിഗ്രറ്റ് അല്ല, എനിക്ക് ആ ഒരു ഫിയർ ഉണ്ട്. ലൈക്ക് എടുക്കുന്ന ഡിസിഷൻസ് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു 100 വട്ടം ആലോചിച്ചിട്ട് ഞാൻ ഒരു ഡിസിഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ എപ്പോഴും ഒരു പേടി തോന്നാറുണ്ട്. അപ്പോൾ ആരുടെങ്കിലും സഹായം എടുക്കാറുണ്ടോ? അച്ഛൻ, അമ്മ ഇവരെയൊക്കെ കൂടുതൽ റിലേ ചെയ്യാറുണ്ടോ? എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് 2-3 പേര്, അപ്പോൾ അവരെ തന്നെ വിളിക്കും. എൻ്റെ സിസ്റ്റർ ഉണ്ട്, ഷീ ഈസ് ലൈക്ക് മൈ ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്. അത് അവിടെ തീരും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന വേറൊന്നുമില്ല, എനിക്കൊരു ധൈര്യമുള്ള ആളാണെങ്കിൽ ആളിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ ആൻസർ കിട്ടുമെന്ന് അറിയില്ല. വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ബിൽഡപ്പ് ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഏജ് പറയാൻ കുഴപ്പമുണ്ടോ? ഏജ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. എന്നാലും എത്രയാണ് പറയൂ നോക്കട്ടെ, പബ്ലിഷ് ചെയ്ത് ഞാൻ ഇയർ പറയാം, എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ പലതും മറന്നു പോയി സംസാരത്തിനിടയിൽ. 1996 അല്ല ആണോ? അല്ലെങ്കിൽ 2000? ഇത് രണ്ടും അല്ലേ? ചുമ്മാ ഞാൻ വായിച്ചതാണല്ലോ. പബ്ലിഷ് ചെയ്തത് ഭയങ്കര ആധികാരികമായിട്ടാണ് പറഞ്ഞത്. പബ്ലിഷ് ചെയ്തു, പിന്നെ എന്താണ് പ്രശ്നം? ഞാനിത് ശരിക്കും വായിച്ചതാണല്ലോ. എനിക്ക് തെറ്റായ ഡാറ്റ ആരെങ്കിലും അയച്ചതാണ്. ഈ വിക്കിപീഡിയ ഉർവശി മാമിയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞുള്ളതൊക്കെ ഉണ്ട്. ഈ വിക്കിപീഡിയയിൽ കാണുന്ന ഒന്നും സത്യമല്ല, വിശ്വസിക്കാം. അതെ, എനിക്കതറിയാം. പക്ഷെ എനിക്ക് വിക്കിപീഡിയ കിട്ടിയതല്ല, എനിക്ക് ചില ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതായിരുന്നു. എന്നാ ശരി, ഞാൻ തോൽവി സമ്മതിച്ചു. ഇനി പറഞ്ഞു. ഓക്കെ, ഒരു
റേഞ്ച് പറ അറ്റ്ലീസ്റ്റ് നോക്കാമല്ലോ, ഗസ് ചെയ്. ശരി, ഞാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റേഞ്ച് പറഞ്ഞാൽ ഒരു 35-40. അല്ല സോറി 30-35. ഓ എൻ്റെ അല്ല ഞാൻ വെറുതെ തമാശ ശരിക്കും പറയാം. ആ ഒരു എങ്ങനെ പറയും മൂത്തോക്കിയത് 20-25 അതാകുമ്പോ സന്തോഷം തോന്നുന്നല്ലോ. ഓ സന്തോഷിക്കാൻ വേണ്ടി പറയല്ല. ഫേസ് കണ്ടിട്ട് എനിക്ക് പറയാൻ എനിക്ക് അത്രയും കഴിവില്ല എന്ന് തോന്നുന്നു. സോറി. 29. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പുതിയ അറിവായിരിക്കും. പക്ഷെ ഈ 1996 അപ്പം ബോധപൂർവ്വം ആരെ കൊണ്ട് വ്യാജമായിട്ട് ഇടിച്ചതായിരിക്കും. ഞാൻ ഇടിപ്പിച്ചൊന്നുമല്ല, എല്ലാരും ആയിരിക്കും. ആണോ? ഓക്കെ, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. കല്യാണത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചുകൊണ്ട് ആൾക്കാർ ഏജിൽ ക്യൂരിയസ് ആയിരിക്കും. അങ്കിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അതിൽ ഏറ്റവും ടോപ്പ് 3 ഏതൊക്കെയായിരിക്കും? ഉറക്കം, സിനിമ കാണുന്നത്. ഞാൻ ഭയങ്കര സിനിമ പറയാൻ, ഞാനും എൻ്റെ അനിയത്തിയും എന്നും ഇങ്ങനെ തപ്പും എന്തിരുന്ന് കാണും. അപ്പോൾ ഞാനിങ്ങനെ സീരീസും സിനിമകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വെറുതെ ഇരുന്നാലും അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കണം. ക്യാഷ് മതി. സുഖമല്ലേ, സുഖജീവിതം. പക്ഷെ അത് ബോറല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ നല്ലത്. ബോറാണ്, എന്നാൽ അക്കൗണ്ട് ബാലൻസ് കാണുമ്പോൾ ഒരു സമാധാനം വരും. ഒരു സന്തോഷമാണ് എപ്പോഴും. അപ്പൊ ആ ബോറടിക്ക് വരില്ല, കുത്തിരുന്ന സിനിമ കാണാം. അതെ അതെ, തീർച്ചയായും. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, സിനിമ സീരീസ് ഒക്കെ ഒരുപാട് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ട സീരീസ് ഏതാണ്? ഇതായിരുന്നു. ഇപ്പൊ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ സ്കാം 1992 ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇപ്പം. ബെർലിനൊക്കെ കണ്ടിരുന്നോ? പിന്നെ അതൊക്കെ ലോക്ക്ഡൌൺ സമയത്ത് അപ്പം തന്നെ ഫിനിഷ് ചെയ്തു. ഇങ്ങനെ ഓരോ സീരീസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഞങ്ങള്. മൂവിയിലേക്ക് വരുമ്പോൾ മൂവിയില് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ, അതായത് ഞാൻ ഇത് ഈ ഇൻഡസ്ട്രിയിൽ ഫിലിമിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റോൾ. അതിപ്പം സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. നാഷണൽ അവാർഡ് കിട്ടുന്ന എന്ത് ടൈപ്പ് ഓഫ് റോൾ ചെയ്യാനും ഞാൻ ഏതെങ്കിലും റോൾ ചെയ്തിട്ട് നാഷണൽ അവാർഡ് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. കാരണം ഇന്ന ടൈപ്പ് റോൾ ചെയ്താൽ മാത്രമേ നാഷണൽ അവാർഡ് കിട്ടുമെന്നൊന്നും എവിടെയില്ല. രസമായിരുന്നു. അപ്പം നാഷണൽ അവാർഡ് എങ്ങനെയാണ് കിട്ടിയാൽ മതി? കുറച്ച് കാശ് കൊടുത്തിട്ട് അവാർഡിൽ നിന്ന് ട്രൈ ചെയ്ത് കിട്ടിയാൽ പോരെ? ഇല്ല, മായ്മയ്ക്ക് പോലും ഒരു അവാർഡ് 25,000 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അത് എടുത്തില്ല. 25,000 രൂപ കൊടുത്ത് അവാർഡ് തരാന്ന് പറഞ്ഞു. അപ്പൊ ഇതുണ്ട്, ഞാൻ വെറുതെ ചോദിച്ചാലോ സത്യം പറഞ്ഞ. അതുകൊണ്ട് അത് എന്താണ് അതിന്റെ അനുഭവം എന്ന് പറയാമോ? അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് അങ്കിത മായമ്മയുടെ പെർഫോമൻസിന് വേണ്ടി ബെസ്റ്റ് പുതുമുഖ നടി എന്നുള്ളൊരു അവാർഡ് തരുമെന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷം. അപ്പോൾ പറഞ്ഞു ഒരു ഇച്ചിരി പൈസ വേണം, ഇച്ചിരി പൈസ കൊടുത്താൽ മതി തരും. ഞാൻ പറഞ്ഞു എത്ര? ഒരു 10, 15, ഒരു 25,000 രൂപ. ഞാൻ പറഞ്ഞേ ശരിക്കും? ഞാൻ പറഞ്ഞു ശരിക്കും ചേട്ടാ, ഇതൊക്കെ പറഞ്ഞ അങ്ങനെയാണ് മോളെ. ഈ നാഷണൽ അവാർഡും അതും ഇതൊക്കെ അല്ലാണ്ട് ബാക്കി എല്ലാ അവാർഡും ഇതുപോലെ ഉണ്ടായിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത്. പ്രധാനപ്പെട്ട അവാർഡ് ഏതെങ്കിലും തന്നെയാണോ അത്? അത് കുറച്ച് പബ്ലിസിറ്റി ഉണ്ട് അതിന്. അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പൈസ കൊടുത്താ തരും. അവാർഡിന്റെ ഒക്കെ വാല്യൂ ഇപ്പം അത് വേണ്ടാന്ന് വെച്ചു. അവാർഡിനെ കുറിച്ച് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടുന്ന അവാർഡുകളെ കുറിച്ചൊക്കെ ഒരു സംശയം തോന്നിയിരുന്നു മനസ്സിൽ? ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന അവാർഡ്സ് എല്ലാം നമ്മൾ ചിന്തിക്കും, അതും അങ്ങനെ ആയി പോവും. അങ്ങനെ ഈ ചാനൽസ് കൊടുക്കുന്ന ഫിലിം അവാർഡ്സിനെ കുറിച്ച് പലപ്പോഴും ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അതൊക്കെ ജനപ്രിയ നായകൻ സ്ഥിരം ഒരാള് അല്ലെങ്കിൽ മികച്ച ആക്ടർ, പലപ്പോഴും നമ്മൾ ആ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫേസസിന് മികച്ച ആക്ടർ, ചില സമയത്ത് നമ്മുടെ സൂപ്പർ താരങ്ങളിൽ തന്നെ ചിലർക്ക് നിരന്തരമായിട്ട് കാര്യമില്ലാതെ അവാർഡ് കൊടുക്കുന്നു എന്നുള്ള വിമർശനമാണ്. ഇത് എനിക്കുണ്ട ഒരു എക്സ്പീരിയൻസിനാണ് ഞാൻ ഇത് പറഞ്ഞത്. അത് എനിക്ക് അറിഞ്ഞൂടാ. നൈസായിട്ട് മാറി. സത്യം, കാരണം അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. ഇത് എന്റെ എക്സ്പീരിയൻസ് നടന്ന സംഭവം. എന്തായാലും അതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഞാൻ അതിന് ചോദിച്ചു, എന്റെ ചേട്ടാ ആകെ 2 ആഴ്ചയല്ലേ ആയുള്ളൂ ഈ സിനിമ ഇറങ്ങിയിട്ട്. അപ്പൊ പറഞ്ഞ അങ്ങനൊന്നും അല്ല, സെൻസറിങ് ചെയ്ത് കഴിഞ്ഞ് ഏത് പടവും നോമിനേറ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. അതായത് നമ്മുടെ ആഗ്രഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന അവാർഡ് നിശകൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിരുവല്ലയിൽ നിന്നാണ് വരുന്നതെന്നാണ്. ഇന്ന് തിരുവല്ലയിൽ നിന്ന് സഞ്ചരിച്ച് ഒരാവശ്യത്തിലേക്ക് എത്തിയതാണ്. അപ്പം നാളെ തിരിച്ചു മടങ്ങും. അപ്പം പത്തനംതിട്ടക്കാരിയാണ് അൾട്ടിമേറ്റ്ലി. സ്വാഭാവികമായും ശബരിമല സ്ഥിതി ചെയ്യുന്ന നാട്ടുകാരിയാണ്. ഒരു വിശ്വാസിയാണോ? ഞാൻ അയ്യപ്പന്റെ എന്താ പറയാ, അല്ല എന്റെ നാള് അയ്യപ്പന്റെ നാളാ ഉത്രം. ശരിക്കും? അപ്പം ആ ബന്ധം കൂടി കൊണ്ട് ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കും അയ്യപ്പനോട്. പോയിട്ടുണ്ടോ? ശബരിമല പോയിട്ടുണ്ടോ? ചോദ്യം എന്തെന്ന്?
കുഞ്ഞിലെ പോയിട്ടുണ്ടോന്നല്ലേ? ഇല്ല, പോയിട്ടില്ല. ഇനി വേണം പോകാൻ. അങ്ങനെ ഞാൻ അല്ലാതെ വേറൊന്നും ചോദിച്ചതല്ല. കുഞ്ഞിലേ പോയിട്ടുണ്ടോ? അല്ല, ഞാൻ ഓർത്തു പോയിട്ടുണ്ടോ. ഇല്ല, പോയിട്ടില്ല. ആ ഞെട്ടിയപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, അതൊന്നും ചോദിക്കാൻ എന്തായാലും. ആ, ശബരിമല ഈ അടുത്ത കാലത്ത് കുറച്ച് ചർച്ചയായത് അറിയാമല്ലോ, അതിന്റെ കാരണങ്ങളും അറിയാം. സ്ത്രീ പ്രവേശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പം അന്ന് നാട്ടിലുണ്ടായ സംഭവ വികാസങ്ങൾ കുറെ പേര് ഇത് വേണമെന്ന് വാദിക്കുന്നു, കുറച്ച് പേര് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് വരുന്നു. അപ്പൊ അന്ന് മനസ്സുകൊണ്ട് ആരുടെ കൂടെ ആയിരുന്നു അഞ്ജിത? എനിക്ക് ഭയങ്കര ആഗ്രഹം പോവാൻ. ഞാൻ വിചാരിച്ചു അത് ആയിക്കഴിഞ്ഞാൽ പോവാലോന്നെങ്കിലും ഞാനത് പ്രതീക്ഷിച്ചു. അപ്പം അയ്യപ്പനുള്ള ഒരു വിശ്വാസം ഇച്ചിരി ഡൈലൂട്ട് ആയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് പോയി കണ്ടാൽ സ്നേഹം കൊണ്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതേ, നടന്നു കഴിഞ്ഞാൽ ഒന്ന് പോവാൻ പറ്റുമല്ലോ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവിടെ ഒരു സ്ത്രീ കയറിയിരുന്നു, അത് കണ്ടപ്പം എന്ത് തോന്നി? അത്രയും ധൈര്യം മോട്ടിവേഷൻ എല്ലാവരും എതിർത്ത് പോകുന്നില്ല. അതങ്ങനെ ഒരു റൂളാക്കി മാറ്റുമെങ്കിൽ സന്തോഷമായിട്ട് ഞാൻ പോയത്. അത് ഒരു നിയമം മൂലം വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അതോ സ്വാഭാവികമായിട്ട് ആൾക്കാർ അവിടെ കയറാൻ പറ്റുന്ന നിലയിൽ ഒരു തീരുമാനം വന്നിരുന്നെങ്കിൽ? നിയമമൊക്കെ സൃഷ്ടിച്ചതും ആൾക്കാരല്ലേ, അത് തന്നെയാണ്. പക്ഷെ നിയമം എന്ന് പറയുമ്പോൾ ഒരു കമ്പൽഷൻ, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട് അവിടെ അല്ലേ. മറ്റത് സ്വാഭാവികമായി എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുകയറുന്നു. അപ്പം അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പം അന്ന് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ഒക്കെ എടുത്ത ചില കാര്യങ്ങൾ ഒരു മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പം അത് ശരിയായിരുന്നു. നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്ത് എന്ത് ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും അതൊരു ബഹളത്തിലൂടെ മാത്രമേ നടക്കൂ. അപ്പോൾ നന്നായിരുന്നു. അല്ല, അങ്ങനല്ല. പൊതുവെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല മലയാളികൾ, എതിർക്കും. അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു എതിർപ്പ് മലയാളി വരും. കാരണം ചോദ്യം ചെയ്യും, മലയാളീസ് ചോദ്യം ചെയ്യും. ഇപ്പൊ സിനിമയിൽ പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണെങ്കിൽ അവർ തുറന്നടിച്ച് പറയും. മലയാളികൾ ഓഡിയൻസ് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ഉണ്ടായതും മേ ബി അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആയിരുന്നായിരിക്കും. എന്തായാലും സാഹചര്യങ്ങൾ ഇന്ന് വേറൊരു നിലയിലാണ് എത്തി നിൽക്കുന്നത്. എന്തെങ്കിലും എന്തായാലും ആഗ്രഹിച്ച പോലെ അയ്യപ്പനെ കാണാൻ ഉടനെ തന്നെ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആഗ്രഹം നടക്കട്ടെ. നമ്മുടെ സീരിയലുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓടിച്ചു നോക്കുമ്പോൾ റെനീഷ ഒരു അടുത്ത സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. റെനീഷ ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരാളാണ്. അതിന് മുന്നേയും സീരിയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർ അറിയപ്പെട്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കൂടുതലും റെനീഷ മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ നിന്നാണ്. അപ്പൊ ബിഗ് ബോസിൽ പോയതിന് മുന്നേ റെനീഷ അറിയായിരുന്നു. അപ്പൊ പോയിട്ട് വന്നതിന് ശേഷം റെനീഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടു നടക്കുന്നതിലോ ആളുമായിട്ട് ഇടപഴകുന്നതിലോ ഏതെങ്കിലും നിലയ്ക്ക് ഒരു വ്യത്യാസം തോന്നി? വ്യത്യാസമൊന്നുമില്ല, അവളിപ്പോഴും സെയിം ആൾ തന്നെയാണ്. ഒരു വ്യത്യാസം ആളുടെ ചുറ്റുപാടിന് വേറെ വ്യത്യാസം. അതായത് നടക്കുമ്പോൾ മുമ്പുണ്ടായിരുന്നവരെക്കാൾ കൂടുതൽ ആരാധകർ പ്രശ്നം ഉണ്ടാക്കും. അതുണ്ട്. ആരാധകർ മാത്രമല്ല, മീഡിയ ടീംസ് ആണ്. അത് കണ്ടപ്പോ ബിഗ് ബോസിൽ പോയാൽ കൊള്ളാമായിരുന്നു എന്ന് അങ്കിതയ്ക്ക് തോന്നിയോ? ഇല്ല. അങ്ങനെ ഈ ഒരു ഫെയിം എല്ലാവരും എന്നെ നോക്കണം അത് ആഗ്രഹിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളൂ, അങ്ങനത്തെ ഡാൻസ് കളിക്കല്ലോ, എന്തുകൊണ്ട് വീഡിയോസ് ഇട്ടുകൂടാ, എന്തുകൊണ്ട് കോണ്ടന്റ് ചെയ്തുകൂടാ? ഞാൻ പറഞ്ഞ എന്തിന്? വ്യൂസിനും ഫോളോവേഴ്സിനും വേണ്ടി. അതെനിക്ക് താല്പര്യമില്ല. ഫെയിം കോൺഷ്യസ് അല്ല ശരിക്കും. ടിക്ടോക്കിൽ തുടങ്ങാൻ ഞാൻ ടിക്ടോക്ക് അതേപോലെ ടിക്ടോക്കിൽ ഞാൻ ആകെ കുറച്ച് ഡാൻസേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഡബ് സ്മാഷ് വീഡിയോസും എല്ലാം ആകെ ചെയ്തിട്ട് എനിക്കത് സെറ്റ് ആയില്ല. പിന്നെ ഞാൻ ഡാൻസ് ചെയ്തിട്ടാണെങ്കിൽ. പക്ഷെ എന്നാലും ഫെയിമിനോടുള്ള ഒരു ആഗ്രഹമല്ലേ പൊതുവെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ. മീൻസ് നമ്മൾ ചില വീഡിയോസ് ചെയ്തിടുക, അതൊക്കെ കുറച്ച് ആൾക്കാർ നമ്മുടെ കഴിവ് കണ്ട് നമ്മളൊന്ന് അറിയപ്പെടട്ടെ എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തുനിന്ന് വരുന്നത് തന്നെ ആയിരിക്കില്ലേ? ഇൻസ്റ്റഗ്രാം ഫെയിം ഞാൻ അത്രയും നോക്കിയില്ല. ടിക്ടോക്ക് പോയപ്പോൾ വിഷമം തോന്നിയോ? ഇല്ല. പക്ഷെ ഞാൻ അന്നൊരു നിരോധിച്ചതിന്റെ അടുത്ത ദിവസം ഞാൻ ടിക്ടോക്ക് പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ ഇട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. കുറച്ചു കാലമായി. അല്ല, ഞാനിട്ടു പൊട്ടിത്തെറിച്ചതാണ്. മറ്റേ മുട്ട പൊട്ടിത്തെറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു അന്ന് ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവുന്നു. ഇല്ല, ഞാൻ ടിക്ടോക്ക് അഡിക്റ്റഡ് അല്ലായിരുന്നു. അപ്പം സ്വന്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം നല്ല നിലപാടുകളാണ് അങ്കിതയ്ക്കുള്ളത്. അതായത് ഞാൻ ചോദിച്ച പല നിലയിലുള്ള ചോദ്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ ചോദിച്ചു അല്ലേ. നമ്മൾ വിശ്വാസത്തെ കുറിച്ച് സംസാരിച്ചു, ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിച്ചു, നെപ്പോ കിഡ്സിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ സ്ത്രീ മെയിൽ ഡോമിനൻസ് ഇൻഡസ്ട്രിയിലുള്ളതിനെ കുറിച്ച് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിലെല്ലാം വളരെ ക്ലാരിറ്റിയോടെ ഉത്തരം തരാൻ അങ്കിതയ്ക്ക് പറ്റി. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി അങ്കിതയ്ക്ക് ലൈഫിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അല്ലെങ്കിൽ ഇതുവരെയുള്ള യാത്രകളിൽ എപ്പോഴെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു, നേരത്തെ പറഞ്ഞു ഡിസിഷൻ എടുക്കാൻ ചെറിയ പേടിയുണ്ടെന്ന്, പക്ഷെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ആ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ചിന്തിക്കാനൊക്കെ പേടിയുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ആളിന്
മുന്നോട്ടുള്ള യാത്രകളിൽ സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് പോകുന്നതിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി സഹായിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പറയുന്ന പോലെ എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എൻ്റെ അടുത്ത് അത് തന്നെ നീ ചെയ്യണം എന്ന് ഞാൻ ചെയ്യില്ല. മനസ്സിൽ നമുക്കത് ഫീൽ ചെയ്യണം, കൺവിൻസ്ഡ് ആവണം, എന്നാലേ ചെയ്യൂ. അപ്പം ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഡിസിഷൻ ഞാൻ തന്നെ എടുക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവസാനം അമ്മ പറയും ഇങ്ങനെയൊക്കെ പറയും, ചോദിക്കും, എന്നിട്ട് അവൾ തന്നെ അവസാനം ഒരു ഉത്തരം കണ്ടുപിടിച്ച് അവൾ അതിനനുസരിച്ച് ചെയ്യത്തുള്ളൂ. അവസാനം ഒരു കാര്യം കൂടി ചോദിക്കാം. MBA ഗ്രാജുവേറ്റ് ആണ് അല്ലേ? അപ്പം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ചെയ്തതാണ്. അപ്പം എഡ്യൂക്കേഷനെ സീരിയസ് ആയിട്ട് അതുവരെ കണ്ടിട്ട് പിന്നീട് ഒരു ജോബ് ഒരു 3 ഇയേഴ്സോളം ചെയ്തിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അവിടുന്ന് ഈ അഭിനയ മേഖലയിലേക്ക് ഡ്രൈവ് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു? കാരണം നമ്മൾ സാലറീഡ് ആയിട്ടൊക്കെ തുടങ്ങുമ്പോൾ പൊതുവേ നമ്മൾ ഒരുവിധം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ സംഭവം അങ്കിത അവിടെ ഇരുന്നില്ല. അങ്കിത വേറൊരു വഴി വെട്ടി തുറക്കാനാണ് ശ്രമിച്ചത്. എന്തുകൊണ്ടാണ്? സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഈ പറയുന്ന പോലെ ആക്ടിങ് വാസ് എ ബിഗ് തിങ് ഇൻ മൈ മൈൻഡ്. ഭയങ്കര പാഷനായിരുന്നു. പോളോ കോലോയുടെ ആൽക്കമിസ്റ്റിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഡെസ്റ്റിനി വിൽ കൺസ്പയർ ടു ബ്രിങ് ഇറ്റ് ടു അസ്. അപ്പം അതുപോലെ ഇറ്റ് വാസ് ലൈക്ക് എ മാജിക്. എനിക്ക് ഈ ഓഫർ വന്നപ്പം ആദ്യം അച്ഛനും അമ്മയും പറഞ്ഞു ജോബ് റിസൈൻ ചെയ്യണ്ട, പോയി ചെയ്തു. ഫസ്റ്റ് സീരിയലിൽ ലീവ് എടുത്ത് പോയി ചെയ്തു. അത് കഴിഞ്ഞ് അത് കോവിഡ് കാരണം നിന്നു. പിന്നെയാണ് പാടാത്ത മേഖലയിൽ വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ആക്ടിങ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം പാരൻസ് പിന്നെ സപ്പോർട്ടായി. അവിടുന്ന് യാദൃശ്ചികമായിട്ട് ശരിക്കും ഈ മേഖലയിലേക്ക് വരുമായിരുന്നു, ഈവൻ പാഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും. സത്യം. ഓക്കെ, അപ്പോൾ ഇത്രയും ശക്തമായ നിലപാടുകളുള്ള ഒരു യുവ നായിക, കൃത്യമായ ഭാവി കാഴ്ചപ്പാടുകളുള്ള നായിക, ഇപ്പം പുതിയൊരു സിനിമ ചെയ്ത് സിനിമ ഇൻഡസ്ട്രിയിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുന്നു. മറ്റൊരു സിനിമ റിലീസ് ആവാനിരിക്കുന്നു. അപ്പം വളരെ മികച്ച നിലയിൽ പാഷൻ്റെ വലിയ വലിയ മേഖലകളിലേക്ക് നടന്നെത്തുവാൻ, കൂടുതൽ ശക്തിയോടെ നടന്നെത്തുവാൻ, മലയാള സിനിമയിലെ ഒരു മിന്നും താരമായിട്ട് പ്രകാശിക്കുവാൻ എല്ലാ നിലയിലും അങ്കിതയ്ക്ക് ഫ്യൂച്ചറിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.